ഒരു ഓവറിൽ പിന്നെ അവസാനം ഈ ബാർട്ട്ലറ്റും വിഷ്ണു വിനോദും അടിച്ച് സിക്സർ അടിച്ച ഒരു ഓവറുണ്ട്, 20 റൺസ് നേടിയ ഒരു ഓവറുണ്ട്. ഒരു ക്യാച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓവറിൽ 3 ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഒരു 2 ക്യാച്ച് സിക്സ്. എല്ലാ സമയത്തും ശശാന്ത് സിംഗിനെ പറയാറുണ്ട്, നമൻദീർ ഈ സീസണിലെ 8ാമത്തെ ക്യാച്ചാണ് ഇന്നലെ വിട്ടത്. അതെ, മൊത്തത്തിൽ ഫീൽഡിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഫീൽഡിങ്ങിൽ വളരെ അലമ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓവറിൽ, ഈ കോർബിൻ ബോഷിന്റെ ഓവറിൽ വിഷ്ണു വിനോദിന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, അത് 6 ആവുന്നു. പിന്നെ അതിനുശേഷം തിലക് വർമ്മ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, അത് 6 ആവുന്നു. അതിനുശേഷം ഏതാണ്ട് അങ്ങനെയുള്ള ക്യാച്ചുകൾ, അത് കുറച്ച് ശ്രമകരമായ ക്യാച്ച് ആയിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള ക്യാച്ചുകൾ IPL എടുത്ത ചരിത്രമുണ്ട്. കയ്യിലേക്ക് വരുന്ന ക്യാച്ച് എടുക്കാത്ത സീസണാണിത് എന്നാലോചിക്കണം. പക്ഷെ അത് 6ലേക്ക് പോകുന്നു, ജസ്റ്റ് അവിടെ തട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു സ്ലിപ്പർ ആയിരുന്നു ഫീൽഡ്. ഭയങ്കര പിന്നെ ഡ്യൂ ഫാക്ടർ കാരണം ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. മുംബൈന്റെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. റോബിൻസ് തന്നെ 2 പ്രാവശ്യം തന്നെ. റോബിൻ മിൻസ്, അതെ, അദ്ദേഹമാണ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് 6ലേക്ക് പോകുന്നത്. പിന്നെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഓവറുകളിൽ റൺസ് ലീക്ക് ചെയ്തെങ്കിലും മൊത്തത്തിൽ ആ ഒരു 15 ഓവർ വരെയുള്ള മുംബൈയുടെ ആറ്റിറ്റ്യൂഡ് ഗംഭീരമായിരുന്നു. കാരണം പിന്നെ അവരുടെ സ്ഥിരം നായകനായ ഹാർദിക് പാണ്ഡ്യ ഇല്ല, അതിനൊപ്പം തന്നെ സ്കൈ ഇല്ല. അപ്പോൾ ജസ്പ്രീത് ബുംറ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സമാനമായിട്ടുള്ള ക്യാപ്റ്റൻസിയാണ്. കാരണം അദ്ദേഹം മുംബൈ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. 19ാമത്തെ വയസ്സ് മുതൽ ആ ടീമിൽ ഉള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയിലുള്ള മുംബൈ അരങ്ങേറ്റം നല്ലൊരു അരങ്ങേറ്റം തന്നെയാണ്. ഒരു അഗ്രസീവ് ക്യാപ്റ്റൻ രീതിയിൽ തന്നെ. ആദ്യത്തെ ടെസ്റ്റ് വിജയിച്ച ക്യാപ്റ്റനാണ്, ആദ്യത്തെ IPL മത്സരം വിജയിച്ച ക്യാപ്റ്റനാണ്, ആദ്യത്തെ T20 വിജയിച്ച ക്യാപ്റ്റനാണ്.